ഹലോ ബഗുന്നാരാ. ഇന്ന് നമ്മൾ എങ്ങോട്ടാണെന്നറിയോ? ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള വേറൊരു കേവ്സ് കാണാൻ പോവാം. ബെലം കേവ്സ്. കേവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ വൈശാലിനെ, ഋഷ്യശൃംഖനെയൊക്കെയാണ്. പക്ഷെ ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ട ഇന്ത്യയിലുള്ളൊരു കേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലോറ കേവ്സ് ആയിരുന്നു. പക്ഷെ അത് മാൻ മെയ്ഡ് കേവാണ്. ഈ ബെലം കേവ്സ് ഞാൻ കേട്ടത് നാച്ചുറൽ കേവാണെന്നാണ്. അപ്പോൾ ലെറ്റ്സ് ടുഗെദർ ചെക്ക് ഇറ്റ് ഔട്ട് ലു. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ തെലുങ്ക് പ്രയോഗം? അതൊക്കെ പോട്ടെ. ഈ പോണ റൊമാൻറ്റിക് രമണൻ ഏതോ കാനന ചായലും മേയ്ക്കാൻ കൊണ്ടുപോണ ആടുകളെയാട്ടെ കാണണേ. പക്ഷെ എൻ്റെ ദുർബല മനസ്സിൽ ഒരു മിനിറ്റ് മട്ടൻ ബിരിയാണി ഒന്ന് മിന്നി മറഞ്ഞു. അങ്ങനെ നമ്മളെത്തി ദ ബെലം കേവ്. ഇവിടെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാഴ്ച കണ്ടു. നല്ല നീറ്റ് യൂസ് ആൻഡ് പേ ടോയ്ലറ്റ്സ്. ഹായ്, മരങ്ങളും ഇലകളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടോ? എന്നെ പറത്തിക്കൊണ്ട് പോണ കാറ്റാ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കേവിലോട്ട് ഇറങ്ങി. അമ്പോ എൻട്രി തന്നെ സിനിമാറ്റിക്കാ. ഗുണ കേവ് ഓർമ്മ വന്നു. ഇത് ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള നന്ദ്യാൽ ഡിസ്ട്രിക്റ്റിലാട്ടോ. ഇത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് കേവാണ്. ഓവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുമ്പ് നേത്രാവതി റിവറിൽ നിന്നുള്ള വെള്ളം ഒഴുകി ഉണ്ടായ കേവാണത്രേ. ഇത് ഫോം ചെയ്തിരിക്കുന്ന കെമിക്കൽസിൻ്റെ പേരൊന്നും എൻ്റെ ചെറിയ ബുദ്ധിയിൽ നിൽക്കുന്നില്ല. ആകെ ക്ലിക്ക് ചെയ്തത് ലൈം സ്റ്റോൺ എന്ന പേരാ. ഓക്കെ, ലൈം സ്റ്റോൺ ഫോർമേഷൻ. അറൗണ്ട് 3.5 കിലോമീറ്റേഴ്സ് ലോങ് ആണ് കേവ്. മുനിമാർ തപസ്സിരുന്നതായിരിക്കും ഒരു മെഡിറ്റേഷൻ റൂം കണ്ടു. പിന്നെ എക്കോ പോയിന്റ്, നമ്മുടെ സൗണ്ട് എക്കോ ചെയ്ത് വരുന്ന സ്ഥലം. ഈ പോണ പാസേജസ് ഒക്കെ നല്ല ലോങ്, പക്ഷെ ആവശ്യത്തിന് നല്ല വെൽ ലിറ്റാണ്. ഞാൻ ഈ കൂളായിട്ട് നടന്നു പോണ പോലെയൊക്കെ അഭിനയിച്ചതാട്ടോ. വെള്ളമൊക്കെ ഡ്രിപ്പ് ചെയ്ത് ഗ്രൗണ്ട് കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. ഓൾറെഡി വിരലൊന്ന് റിപ്പയറിലാണല്ലോ, ഇനി കാലും കൂടെ ഒടിഞ്ഞാൽ. ഈ കാണുന്ന വഴി പോയാൽ കേവിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റിലോട്ട് എത്തും. അവിടെ ഒരു ഫ്രഷ് വാട്ടർ സ്ട്രീമുണ്ട്. അതിൻ്റെ പേര് പാതാൾ ഗംഗ എന്നാണ്. ഞങ്ങൾ സങ്കടത്തോടെ അത് സ്കിപ്പ് ചെയ്തു. കാരണം ആ കേവിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വൈശാലിനെയോ ഋഷ്യശൃംഖനെയും പോലെ ഒന്നും റൊമാൻസ് ഒന്നും തോന്നിയില്ല. പേടിയായി. പേഴ്സണലായിട്ട് പറയുക, ഇതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും കളർഫുൾ ലൈറ്റ്സ് വേണ്ടായിരുന്നു അല്ലേ? ഇതിന് കേവിനൊരു കേവിൻ്റെ ലുക്കിന് പകരം എനിക്ക് കൊച്ചിയിലെ വെലോസിറ്റി ഓർമ്മ വന്നത്. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴില്ലേ ഒരു സഫോക്കേഷൻ പോലെ. അപ്പോൾ അതാ റൂഫിൽ ഫാൻ പോലെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതിൻ്റെ അടിയിൽ നിന്നപ്പോൾ പോയ ശ്വാസം തിരിച്ചു കിട്ടി. ഫൈനലി ഇങ്ങനെ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു കയറി കേട്ടോ. പക്ഷേ ലോക്കൽ ട്രിപ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫ്രണ്ട്സ്, ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദിസ് പ്ലേസ്. ബൈ ബൈ ആൻഡ് സീ യു.